ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റ് ഐഡിയാസ് നോക്കിയാലോ? ഇച്ചിരി ലേറ്റായി എന്നറിയാം, സോറി. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ക്രിസ്മസ് ഫ്രെയിം നോക്കാം. ഒരു ബോക്സ് ഫ്രെയിമാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ 4 സൈഡിൽ നിന്നും 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ 4 ലൈൻസ് വീതം വരച്ചു കൊടുക്കാം. ശേഷം കോർണേഴ്സ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ കട്ട് ചെയ്ത പോലെ 2 സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ശേഷം ഇതൊന്ന് സൈഡൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് ഒരു ഫ്രെയിം പോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ഫ്രെയിമിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യൂട്ട് ഗേളിനെ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മേരി ക്രിസ്മസിനും എഴുതിയ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ഫ്രെയിമിലേക്ക് വെച്ച് കൊടുക്കാം. കൂടെ കുറച്ച് തെർമോക്കോൾ ബോൾസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി OHP ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഫ്രെയിം ഒന്ന് കവർ ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് ക്യൂട്ടാക്കി എടുക്കാം. വീഡിയോ കാണുന്നവരൊന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് ഒരു ക്യൂട്ട് ക്രിസ്മസ് കാർഡാണ്. ഒരു ചെറിയൊരു പേപ്പർ പീസ് എടുത്തിട്ട് അതിൽ നമുക്ക് നമ്മുടെ വിഷസും എഴുതി കൊടുക്കണം. അപ്പോൾ ഞാൻ മേലത്തെ സെക്ഷനിലാണ് വിഷസ് എഴുതി കൊടുക്കുന്നത്. താഴത്തെ സെക്ഷനിൽ നമുക്കൊരു ക്യൂട്ട് ഗേളിനെ വരച്ച് ആ കാർഡൊന്ന് ക്യൂട്ടാക്കി എടുക്കാം. ക്യൂട്ട് കാർഡ് റെഡി. നെക്സ്റ്റ് ഒരു എംബ്രോയിഡറി കാർഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ പീസ് എടുത്തിട്ട് അതിൽ നമുക്ക് കുറച്ച് ഗിഫ്റ്റ് ബോക്സ് വരച്ച് കൊടുത്തിട്ട് അതിന് 2 സൈഡിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ത്രെഡ് വെച്ചിട്ട് ഗിഫ്റ്റ് ബോക്സ് ഒന്ന് എംബ്രോയിഡറി ചെയ്തെടുക്കാം. മീഡിയത്തെ സെക്ഷനിൽ നമുക്ക് വിഷസ് കൂടി എഴുതി കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ കാർഡ് റെഡി. നെക്സ്റ്റ് ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കാർഡാണ്. അപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഫേസ് ഒന്ന് വരച്ചെടുക്കണം നമുക്ക്. അതിൻ്റെ ക്യാപ്പിൽ നമുക്ക് ജസ്റ്റ് ഒരു ക്രയോൺ വെച്ചിട്ട് കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിനൊന്ന് കളർ ചെയ്തെടുക്കാം. അപ്പോൾ വൈറ്റ് ക്രയോൺ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. ഫേസിൻ്റെ സെക്ഷൻ മാത്രമാണ് ഞാൻ വരച്ചത്. ഇനി താഴത്തെ സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വിഷസ് കൂടി എഴുതി കൊടുക്കാം. നല്ല ക്യൂട്ട് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള കാർഡ് റെഡി. നെക്സ്റ്റ് ഒരു റെയിൻഡിയർ കാർഡാണ്. അപ്പോൾ ഒരു പേപ്പർ പീസ് എടുത്തിട്ട് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഫ്രണ്ടിലത്തെ സെക്ഷനിൽ നമുക്ക് ഒരു റെഡ് പേപ്പർ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി അതിൽ നമുക്കൊരു റെയിൻഡിയർ ഒട്ടിച്ചു കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് വൈറ്റ് ഡോട്ട് ഇട്ട് ഒന്ന് ക്യൂട്ടാക്കി എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ വിഷസ് കൂടി എഴുതി കൊടുക്കാം. ക്യൂട്ട് കാർഡ് റെഡി. ലാസ്റ്റ് ഒരു സിമ്പിൾ കാർഡാണ്. ഒരു പേപ്പർ പീസ് എടുത്തിട്ട് അതിന് നമുക്കൊരു ഗ്ലിറ്റർ ഷീറ്റിന്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ശേഷം അതിന്റെ 4 സൈഡിലും സെൻട്രലായിട്ട് ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി ത്രെഡ് വെച്ചിട്ട് അതൊന്ന് കെട്ടിയെടുക്കാം. ഇനി അതിൽ വിഷസ് കൂടി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് റെഡി. അപ്പോൾ എല്ലാ കാർഡ്സും ഫ്രെയിംസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.